നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യം തന്റെ കഥ പറ. എനിക്കറിയണമെന്ന് ഞാൻ വാശി പിടിക്കട്ടെ. അല്പം മുമ്പ് താൻ പറഞ്ഞതുപോലെ കടുംപിടുത്തത്തിൽ നിൽക്കട്ടെ. എങ്കിൽ എല്ലാ കാര്യങ്ങളും താൻ തുറന്നു പറയൂ. ഇഷ്ടത്തിന്റെ ബഹുമാനത്തിന്റെ കണക്ക് താൻ പറഞ്ഞില്ലായിരുന്നോ? എത്രയൊക്കെ അടുപ്പം ബഹുമാനം ഉണ്ടെങ്കിലും സ്വന്തം മനസ്സിൽ ഒളിപ്പിച്ച രഹസ്യം തുറന്നു പറയാനുള്ള വിശ്വാസം എന്റെ അടുത്ത് തനിക്കില്ല, ശരിയല്ലേ? പ്രസാദേട്ടാ, ഞാൻ അങ്ങനെയല്ല. നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, മറ്റുള്ളവരുടെ ഹൃദയ രഹസ്യങ്ങൾ അറിയാൻ ഇറങ്ങി പുറപ്പെടും മുമ്പ് എതിരെ നിൽക്കുന്ന ആളെയും അല്പമൊന്ന് വിശ്വസിക്കാനുള്ള സന്മനസ് കാണിക്കണം. ഗുഡ് നൈറ്റ്. വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് പ്രസാദേട്ടന് വിശ്വാസം തന്നെയാ. പക്ഷേ എന്റെ പേരിൽ ഓരോ അപകടവും പ്രസാദേട്ടന് സംഭവിക്കരുത്. അതാ ഞാനൊന്നും പറയാത്തത്. എടോ, എത്ര ദിവസമായി ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കുന്നു. ഇനി അത് നടത്തി തരാൻ കഴിയില്ലെങ്കിലേ തുറന്നു പറ, ഞാൻ വേറെ സോഴ്സ് അന്വേഷിക്കട്ടെ. അയ്യോ കഷ്ടം. എടോ, ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫിലിം സ്റ്റാറുകളും സീരിയൽ സ്റ്റാറുകളും മാത്രമല്ല ഉള്ളത്. ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവർ, ചിത്രകാരൻ. വെറുതെ നോക്കി വരയ്ക്കുന്നവനല്ല, നല്ല ഭാവനയും ക്രിയേറ്റിവിറ്റിയുമുള്ള ടാലന്റഡ് പേഴ്സൺ. മതി മതി മതി. നിന്നെ വിളിച്ചൊരു ചിത്രകാരനെ വേണമെന്ന് പറഞ്ഞാ എന്നെയാ തല്ലേണ്ടത്. വേണ്ട വേണ്ട വേണ്ട, ഇനി താൻ ശ്രമിക്കണ്ട. ഇത്രയും നാളെ ശ്രമിച്ച് കഷ്ടപ്പെട്ടില്ലേ, ഇനി മതിയാക്കിക്കോ. കടൽ ഏതാ കടലാടി ഏതാന്ന് അറിയാത്ത തന്നെയൊക്കെ ഈ ജോലി ഏൽപ്പിച്ച എന്നെ തന്നെ പറഞ്ഞാ മതിയല്ലോ. വയ്ക്കടാ ഫോൺ. ബോറന്മാര്. സാറേ, എന്തൊരു സാറേ മോമല്ലാതിരിക്കണല്ലേ? ആ, വലിയ തെറ്റാ ഞാൻ ചെയ്തത്. താനി പമ്പര വിട്ടിത്തം, അത്ര തന്നെ. ആ ചിത്രകാരന് ഒരു കാരണവശാലും നമ്മളെ പിണക്കരുതായിരുന്നു. അവന്റെ ആ അഹങ്കാരം കേട്ടപ്പോ അവന്റെ യാതൊരു സഹായവും മേലിൽ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു പോയി. പക്ഷേ ഇപ്പൊ എത്ര പേരോട്, എത്ര ഏജൻസികളോട് ഞാൻ അന്വേഷിച്ചു എന്നറിയും. നല്ലൊരു ചിത്രകാരനെ സംഘടിപ്പിച്ചു തരാൻ ആർക്കും ഒരു ഐഡിയ ഇല്ല. അതിലും എത്രയോ ഭേദമായിരുന്നു അയാൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതിനെ ആലോചിക്കണ്ട സാറേ. അന്നത്തെ ഉപദ്രവത്തില് അയാളെ കൈഞ്ഞരമ്പോൾ മുറിഞ്ഞു, വിരലുകൾ ചലിപ്പിക്കാനാവാത്ത അവസ്ഥയാ. ആണോ? ഓ കഷ്ടം. ആ പടങ്ങൾ വരച്ചു തന്നിട്ടായിരുന്നെങ്കിൽ അയാൾ മരിച്ചു പോയാലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കാനാ വന്നത്. സാറ് താണ്ട് ഇത് കണ്ടായിരുന്ന? നമ്മളെ ടൗണിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, ചിത്രപ്രദർശനമാണ്. അവിടെ ചെന്നാല് കുറച്ച് ചിത്രകാരന്മാർ വരില്ലേ സാറേ? നമുക്ക് ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചോണ്ടാ പോരെ നമ്മൾ ആവശ്യത്തിന്. സംഗതി ശരിയാ. ലക്ഷണം കണ്ടിട്ട് ഏതോ ബുദ്ധിജീവി പരിപാടിയാണെന്നാ തോന്നുന്നത്. എനിക്കും തോന്നി. പക്ഷേ കാശിറക്കിയാൽ വളയാത്ത ഏത് ബുദ്ധിജീവിയാ ഇവിടെ ഉള്ളത്? കൂലി എഴുത്തുകാരുള്ള നാട്ടില് കൂലി വരപ്പുകാരും കാണും ധാരാളം. എന്തായാലും ആദ്യമായി തന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ഇത്തവണ ആ പെങ്കൊച്ചുങ്ങൾ കുടുങ്ങും മണിച്ച സൗഭാഗ്യം ദർശനയും. ഇനി ബോള് മേഘനാഥന്റെ കോർട്ടില്. ബോളൊക്കെ കിട്ടി. ഇനി മുമ്പത്തെ പോലെ സെൽഫ് ഗോൾ അടിക്കാതിരുന്നാ മതിയായിരുന്നു. ആരാ ഞാനെന്ന് പറഞ്ഞാ കൈവിടാം. കൈവിടാൻ ആരാന്ന് പറയുന്നേ? അയ്യോ, ആരാന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. പറഞ്ഞാലേ ഞാൻ വിടും. പ്രസാദേ, ഫയല് മറക്കണ്ട. അഞ്ജലി ഓർത്ത് തന്നു വിട്ടതാ. ഇന്നെന്തായാലും കൂടെ ഞാനില്ല കേട്ടാ. വെറുതെ അറിയാത്ത കാര്യത്തിന് പോയി ഓരോരോ വീട്ടുകാരുടെ വായിരിക്കുന്നത് കേൾക്കേണ്ട കാര്യം എന്താ ഈ പുഷ്പന്? നമുക്ക് നമ്മുടെ ഈ മുറ്റം തന്നെ ധാരാളം.
ഇതാ പിടിച്ചോ. ആ ആ, പുഷ്പൻ ചേട്ടാ, ഉം. അത് എനിക്കൊരു സഹായം ചെയ്യണമല്ലോ. സഹായോ? ഉം. ദത്തൻ സാർ വിളിച്ചിരുന്നു. എന്നോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. കൂടെ അഞ്ജലിയും വേണമെന്ന് നിർബന്ധമായി പറഞ്ഞിരിക്കുക. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് ഇക്കാര്യം പുഷ്പൻ ചേട്ടാ അഞ്ജലിയോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അത്രേ ഉള്ളോ? ഇപ്പൊ വിളിക്കാം. ആ, ആഹാ, ദേ അഞ്ജലി നിൽക്കുന്നുണ്ടല്ലോ. ആ മോളെ, ഇങ്ങോട്ട് തോന്നേ, ഒരു കാര്യം പറയാനുണ്ട്. പ്രസാദിന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. ആ, ഇനി എന്താ ഇത്ര കൺഫ്യൂഷൻ? കാര്യം അവളോട് നേരിട്ട് പറഞ്ഞേക്ക്. എന്താ പറയാനുള്ളത്? ഏയ് ഒന്നുമില്ല. അത് പിന്നെ ദത്തൻ സാറില്ലേ, ഉമാദത്തൻ സാറ്, പുള്ളി വിളിച്ചിരുന്നു. ഞാനങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. കൂടെ താനും വേണമെന്ന് പറഞ്ഞിരിക്കുന്നേ. ചടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു ഫൈനൽ ഡിസിഷൻ ഇന്നെടുക്കണമെന്നാ. അതിന് താൻ കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ. ആഹാ, അത് നല്ല കാര്യമല്ലേ? ചുരുക്കി പറഞ്ഞാൽ അഞ്ജലി കൂടി പ്രസാദിന്റെ കൂടെ ദത്തൻ സാറിന്റെ വീട്ടിലേക്ക് നല്ല കാര്യങ്ങൾ നടക്കും. അല്ലേ പ്രസാദ്? അതെ. വേണ്ട, ഞാൻ തന്നെ ചോദിച്ചോളാം. ഇത് പിടിക്കേ. എന്നെ നോക്കിട്ടെന്തിനാ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. വരുന്നില്ലെന്ന് അഞ്ജലി തീരുമാനിച്ചാൽ അതിന് കാരണം നീ തന്നെയാ, നിന്റെ സ്വന്തം നാവ്. മുരളിയേട്ടാ, മുരളിയേട്ടാ എഴുന്നേക്ക്. ഇത് സ്വപ്നമൊന്നും അല്ല. എഴുന്നേക്ക് മുരളിയേട്ടാ, ഞാനിവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.